നമസ്കാരം. സുന്ദരികളായ ഭാര്യമാരെ മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ യൂറോപ്പിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. റോമ മാർക്കറ്റ് എന്നാണ് ബൾഗേറിയയിലെ ഈ മാർക്കറ്റിനെ അറിയപ്പെടുന്നത്. ഇത്ര വിചിത്രമായ ആചാരം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ബൾഗേറിയയിൽ മാത്രമല്ല അങ്ങനെയുള്ള ഒരു ആചാരം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ബൾഗേറിയയെക്കുറിച്ച് സംസാരിക്കാം. ഹായ്, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. സുന്ദരികളായ പെൺകുട്ടികളെ മാതാപിതാക്കൾക്ക് കാശ് കൊടുത്ത് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റാണ് ബൾഗേറിയയിലെ റോമ മാർക്കറ്റ്. ബൾഗേറിയയിലെ കലീജി എന്ന ഗോത്രവംശത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവടം അവിടെ നടത്തുന്നത്. കൊല്ലപ്പണിക്കാരാണിവർ. അതായത് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ കലീജി ഗോത്രത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ അവരത്ര വലിയ സമ്പന്നരൊന്നുമല്ല. പഴയ കാലങ്ങളിൽ വലിയ സമ്പത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയി ആളുകൾക്ക് വലിയ രീതിയിൽ വിലപേശി വിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി ഇപ്പോഴും തുടർന്നു വരികയാണ്. കലീജി ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും മാതാപിതാക്കൾ നൽകാറില്ല. ഏതാണ്ട് 10% താഴെ ആളുകൾ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളായിട്ട് കലീജി ഗോത്രത്തിൽ ഉള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി വളരെ സുന്ദരിമാരായിട്ടാണ് അവർ വളർത്തുന്നത്. കാരണം ഈ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ആചാരത്തിന് വേണ്ടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. എല്ലാ വർഷവും ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ശനിയാഴ്ച ജിപ്സി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ മാർക്കറ്റിൽ ഈ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകും. വലിയ രീതിയിൽ വില പറയുന്ന ആൾക്ക് തന്റെ മകളെ നൽകുന്നതാണ് ഈ രീതി. വിവാഹം അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരും നൂറുകണക്കിന് ചെറുപ്പക്കാരും അന്നാ ദിവസം ആ മാർക്കറ്റിലെത്തും. മാതാപിതാക്കൾ പറയുന്ന പൈസ കൊടുത്ത് മേടിക്കാൻ കഴിവുള്ള ആൺകുട്ടിക്ക് മാത്രമേ അവരുടെ മകളെ കൊടുക്കത്തുള്ളൂ. ഓരോ പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ വിലയായിരിക്കും നൽകേണ്ടത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സൗന്ദര്യം, അവരുടെ പ്രായക്കുറവ് തുടങ്ങി അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ പരിഗണിക്കുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വില കുറയും. കുറച്ച് പ്രായം കുറഞ്ഞതും നല്ല സാമ്പത്തികമായിട്ട് വലിയ മേന്മയൊക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വലിയ പണമൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം അവർ അത്രയധികം സ്വർണ്ണമൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കും അവിടെ എത്തുന്നത്. അവർ സ്വർണം ധരിക്കുന്നത് തന്നെ അവരുടെ വീട്ടിലെ സമ്പത്ത് വരുന്ന ചെറുപ്പക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് എത്തുന്നത്. 10 ലക്ഷം മുതൽ കോടികൾ വരെ വിലമതിക്കുന്ന പെൺകുട്ടികൾ ഈ മാർക്കറ്റിൽ എത്താറുണ്ട്. വെർജിനായിട്ടുള്ള പെൺകുട്ടികൾ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ വരെയാണ് ഈ കോടികളിലേക്കൊക്കെ പോകുന്നത്. കലീജി ഗോത്രക്കാർ വളരെ ആഘോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിനെ അവർ കാണുന്നത്. ഒരു വർഷത്തെ ഈ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി വൃത്തിയാക്കി സുന്ദരിമാരാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റ് ദിവസം വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ, വില കൂടിയ കാറ് എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. കാരണം വരുന്ന ചെറുപ്പക്കാർക്ക് ഇവരുടെ സാമ്പത്തിക അടിത്തറ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വലിയ കാറിലൊക്കെ അവർ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. പാചകം ചെയ്യുന്നത്, വീട്ടുജോലികൾ ചെയ്യാൻ അറിയാവുന്നവർ, കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ, പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും അറിയുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റികൾക്ക് കൂടുതൽ മൂല്യമാണ് പെൺകുട്ടികൾക്ക് നൽകുന്നത്. ഈ മാർക്കറ്റിൽ വെച്ച് തൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ പണം നൽകുന്ന യുവാവിൻ്റെ കൂടെ ഈ പെൺകുട്ടിയെ പറഞ്ഞു വിടും. ഈ യുവാവും പെൺകുട്ടിയും യുവാവിൻ്റെ വീട്ടിലെത്തി യുവാവിൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ച് പിന്നീട് യുവാവും യുവതിയും മാതാപിതാക്കളും ചേർന്ന് വധുവിൻ്റെ വീട്ടിലേക്ക് പോകും. പറഞ്ഞുറപ്പിച്ച പണം അവിടെ വെച്ച് കൈമാറും. പിന്നീട് വിവാഹം നടത്തി വലിയ ആഘോഷത്തോടു കൂടിയിട്ട് വരൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇവരുടെ രീതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ചെറുപ്പക്കാർക്കൊക്കെ മനസ്സിൽ ചെറുതായിട്ട് ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ മേടിച്ചുകൊണ്ട് വരാമെന്ന്. എന്നാൽ അത് നടക്കത്തില്ല. കാരണം ക്രിസ്ത്യൻ യുവാക്കളായ കലീജി ഗോത്രത്തിലുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ ഈ മാർക്കറ്റിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയത്തുള്ളൂ. വളരെ വിചിത്രമായ ആചാരമെന്ന് ഒരുപക്ഷെ നമ്മളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അതിലും വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അവിടെ ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ് പണം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പെൺകുട്ടി ആൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കുമാണ് പണം കൊടുക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അങ്ങ് യൂറോപ്പിലും വിദേശ രാജ്യങ്ങളിലുമല്ലേ നടക്കുന്നത് എന്ന് കരുതാൻ വരട്ടെ.
അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ശിവപുരിയിൽ ഭാര്യയെയും യുവതികളെയും വാടകയ്ക്ക് നൽകുന്ന ഒരു രീതി നടക്കുന്നുണ്ട്. ദാരിച്ചപ്രഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചടങ്ങാണത്. പണത്തിനു വേണ്ടി ഭാര്യയെയും വീട്ടിലുള്ള യുവതികളെയും വാടകയ്ക്ക് നൽകുന്ന രീതിയാണ് ദാരിച്ചപ്രഥ. കൃത്യമായ കാലാവധി രേഖപ്പെടുത്തി മുദ്രപ്പേപ്പറിൽ എഴുതി ഒപ്പുവെപ്പിച്ച് എത്ര രൂപയ്ക്കാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് ആ വാടക പൈസ അടച്ചിട്ട് ഭാര്യയെയോ യുവതിയെയോ കൂട്ടിക്കൊണ്ടു പോകാം. ആ കാലാവധി തീരുന്നതനുസരിച്ച് യുവതിയെ അല്ലെങ്കിൽ ഭാര്യയെ തിരിച്ചു നൽകണം. അതല്ല കുറച്ചു കാലം കൂടി വേണമെങ്കിൽ ആ എഗ്രിമെന്റ് പുതുക്കി നൽകും. ഇതാണ് മധ്യപ്രദേശിലെ ശിവപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബൾഗേറിയയിൽ നടക്കുന്നത് ഒരു കച്ചവടമല്ല. അവരുടെ ഗോത്ര സംസ്കാരത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്ന ആചാരങ്ങൾ അവരിപ്പോഴും പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയും.